Hello everyone. So question number 4 ലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം everyone. ഇനി ഞാൻ എക്സ്പെരിമെന്റ് വിത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്റർ മനസ്സിലായി. ചാപ്റ്റർ ഏതാ? ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. സോ ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ ആൻ എക്സ്പെരിമെന്റ് വിത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള ടൈം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ്. മക്കളെ നമുക്കറിയാം എനർജി എന്ന് പറയുന്ന h/c/λ. സോ വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ എനർജി കുറയല്ലേ ചെയ്യുക. നമ്മളുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള ടൈം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ വേവ് ലെങ്ത് കുറയുക അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടാണ് വേണ്ടത്. ഒരു മിനിമം ഫ്രീക്വൻസിയിൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിക്കുക. അപ്പോൾ വേവ് ലെങ്ത് കുറയണം, ഫ്രീക്വൻസി കൂടണം. വേവ് ലെങ്ത് കുറയുമ്പോഴാണ് എനർജി കൂടുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ്. വേവ് ലെങ്ത് കൂടി കഴിഞ്ഞാൽ അവിടെ എനർജി കുറയുക ചെയ്യും. ചിലപ്പോൾ സ്റ്റോപ്പിംഗ് അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ചിലപ്പോഴേ നടക്കുള്ളൂ എന്ന് വരെ സംഭവിക്കാം. അതുകൊണ്ട് അത് തെറ്റാണ്. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഇന്റൻസിറ്റി എന്നുള്ള ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇന്റൻസിറ്റി കൂടുകയാണെങ്കിൽ എന്താ കൂടുക? വരുന്ന ഫോട്ടോൺസിന്റെ എണ്ണം കൂടുക, നമ്പർ ഓഫ് ഫോട്ടോൺസിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുക. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലോ കൈനറ്റിക് എനർജിയിലോ ഒരു മാറ്റം ഉണ്ടാവില്ല. തേർഡ് വൺ വായിക്കും. ഈസ് 1/e times the maximum kinetic energy of the emitted photoelectrons. There is a relation between kinetic energy and stopping potential. എന്താണ്? Kmax is equal to EV0. Kmax is equal to EV0. So what is stopping potential? Kmax divided by E. Maximum kinetic energy divided by E ചെയ്താൽ പോരെ. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി വായിച്ചു നോക്കൂ. Is 1/e times the maximum kinetic energy of the emitted photoelectrons. So statement 3 is the right answer. So thank you all of you.